മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കുറേ ദിവസങ്ങൾക്ക് മുമ്പ് വിദേശത്ത് നടത്തിയ ഒരു പ്രഭാഷണത്തിൽ വിദ്യാർത്ഥികൾക്ക് എന്ന് പറഞ്ഞ് അവിടെ പറഞ്ഞത് ഞാൻ യൂട്യൂബിൽ സംക്ഷിപ്തമായിട്ട് പറയുകയുണ്ടായി. ഇന്നലെ അമ്മമാരോട് എന്നുള്ള സംക്ഷിപ്തമായിട്ട് പറയുകയുണ്ടായി. ഇന്ന് അച്ഛന്മാരോട്, പിതാക്കളോട് സംക്ഷിപ്തമായിട്ട്, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, അത് ജീവിതത്തിൽ പകർത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല. ജീവിതത്തിൽ പകർത്തിയാൽ നന്നായിട്ട് തോന്നുകയാണെങ്കിൽ ധന്യമായിട്ട് ചെയ്യാം. അതിലെല്ലാം സ്യൂട്ടബിൾ അല്ല എങ്കിൽ സ്യൂട്ടബിൾ ആയതെടുക്കാം. നമുക്ക് ഈ ലോകത്തിൽ കാണാൻ സാധിക്കുന്നത്, ഈ ലോകത്തിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളും അവർ ജനറലി നല്ലവരായിട്ടാണ് ജനിക്കുന്നത്. പലപ്പോഴും വളർത്തുന്ന രീതിയിലുള്ള വ്യത്യാസമാണ് അവരിൽ വ്യത്യാസം ഉണ്ടാക്കുന്നത്. നോൺ വെജിറ്റേറിയൻ കൊടുത്ത് ശീലിപ്പിച്ച കുട്ടികൾക്ക് നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നതിൽ ഒരു ഫീലിംഗും ഉണ്ടാവില്ല. വെജിറ്റേറിയൻ കഴിച്ച് ശീലിച്ച കുട്ടികൾക്ക് പെട്ടെന്ന് നോൺ വെജിറ്റേറിയൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഛർദ്ദിച്ചെന്ന് വരും. ആടിനെയും കോഴിയെയും പശുവിനെയും അറക്കുന്നത് നിരന്തരം കാണുന്ന കുട്ടികൾക്ക് അത് പടയുന്നതും ചോര ഒലിക്കുന്നതിലും ഒരു ഫീലിംഗും ഉണ്ടാവില്ല. അല്ലാത്തവർക്ക് അത് അസാധാരണമായിട്ടുള്ള ഫീലിംഗ് ആയിരിക്കും. ഇപ്പൊ ചെറുപ്പം മുതൽക്ക് മക്കൾക്ക് കൊടുക്കുന്ന ചെവിയിലൂടെയും കണ്ണിലൂടെയും മനസ്സിലൂടെയും കൊടുക്കുന്നതെല്ലാമാണ് അവരെ അവരാക്കി മാറ്റുന്നത്. അതിൽ അച്ഛന്, പിതാവിന് വലിയൊരു സ്ഥാനമുണ്ട്. അമ്മ സ്നേഹത്തിൻ്റെയും കടപ്പാടിൻ്റെയും കരുണയുടെയും എല്ലാം പ്രതീകമാവുമ്പോൾ അച്ഛൻ ശാസനയുടെ പ്രതീകമാണ്. നിയന്ത്രണത്തിൻ്റെ, കൺട്രോളിൻ്റെ, ഗൈഡിങ്ങിൻ്റെ പ്രതീകമാണ്. അമ്മ അന്നെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അച്ഛൻ കുറെ കൂടി ഭാവിയെക്കുറിച്ച് ചിന്തിക്കും. അമ്മ കുട്ടിയുടെ എല്ലാവിധത്തിലുള്ള നിലനിൽപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അച്ഛൻ കുട്ടിയുടെ വളർച്ച, എക്കണോമിക്കൽ, ഫിനാൻഷ്യൽ, അക്കാഡമിക്, അങ്ങനെയുള്ള വളർച്ചയെക്കുറിച്ച് അമ്മയേക്കാൾ കുറച്ചുകൂടി കൂടുതൽ, ഇപ്പോൾ തുല്യമാണെങ്കിലും കുറച്ചുകൂടി കൂടുതൽ അച്ഛൻ എന്നും ചിന്തിക്കാറുള്ളത് ഇവൻ പുറത്തു പോയാൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ്. അമ്മ ചിന്തിക്കുന്നത് എൻ്റെ കൂടെയുള്ളപ്പോൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ്. അപ്പൊ എന്നും രണ്ടും കോംപ്ലിമെന്ററിയാണ്. ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് മാതൃക കാണിക്കാൻ എന്ന് പറഞ്ഞ ആരും മുമ്പിലില്ല. പണ്ടായിരുന്നെങ്കിൽ നമ്മളുടെ നേതാക്കന്മാരിൽ പലരും മാതൃകയാകുമായിരുന്നു. അവര് നമ്മളുടെ വിദ്യാർത്ഥികളുടെ മനസ്സിൽ കൂടുതലായിട്ടില്ല. അവരെ കൊണ്ടുവരികയാണെങ്കിൽ പോലും വലിയ ഫലമില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് മക്കൾക്ക് മാതൃകയാവേണ്ടത് അമ്മ വീട്ടിനകത്ത് സ്നേഹത്തിൻ്റെ പ്രതീകവും അച്ഛൻ വീട്ടിനകത്ത് ഒരല്പം അധികാരത്തിൻ്റെ എന്നാൽ ഉത്തരവാദിത്വത്തിൻ്റെ പ്രതീകമായ ഒരു മാതൃകയാവണം. അച്ഛൻ എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്ന് മകൻ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നു. അമ്മ എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് മകള് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നു. അമ്മയിൽ നിന്ന് മകള് വളരെ കൂടുതലെടുക്കും, അച്ഛനിൽ നിന്ന് മകൻ വളരെ കൂടുതലെടുക്കും. പക്ഷെ രണ്ടുപേരിൽ നിന്നും രണ്ടുപേരും എടുക്കും എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കുറേ വസ്തുതകളാണ്. പലപ്പോഴും അച്ഛൻ അന്ധനായതുകൊണ്ടാണ് കൗരവവംശം നശിച്ചത്. ആ റോൾ അമ്മ ഏറ്റെടുത്തുമില്ല. അച്ഛൻ നേരത്തെ മരിച്ചു. ആ റോൾ അമ്മ ഏറ്റെടുത്തത് കൊണ്ട് പാണ്ഡവർക്ക് നന്മയുണ്ടായി. അമ്മയുടെ റോള് പവർഫുള്ളാണ്, അച്ഛൻ്റെ റോള് പവർഫുള്ളാണ്. ആ രണ്ടുപേരുടെയും റോള് കോംപ്ലിമെന്ററി, കോഎക്സിസ്റ്റിംഗ്, കോഓപ്പറേറ്റിംഗ് ആവുമ്പോഴാണ് മക്കൾക്ക് യഥാർത്ഥത്തിൽ എല്ലാ നന്മകളും ലഭിക്കുന്നത്. അച്ഛൻ വിവരണ രൂപത്തിൽ നിർദ്ദേശങ്ങൾ നൽകുകയാണെങ്കിൽ മക്കൾക്കതെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും.
നീ അത് ചെയ്യണം, നീ 4 മണിക്ക് വരണം, നീ ഒരു കാരണവശാലും മറ്റു കുട്ടികളുടെ കൂട്ടുകൂടി നടക്കരുത്, നിന്റെ പെരുമാറ്റത്തിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാകും, നീ പണ്ടത്തെ പോലെ ഇപ്പം അനുസരിക്കണില്ല, നീ മൊബൈലിൽ വളരെ കൂടുതൽ നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കുമ്പോഴും അതിന് ശബ്ദത്തിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുകയും കുറ്റപ്പെടുത്തലിന് പകരം അതൊരു മാർഗനിർദ്ദേശമാവുകയും നീ കൃത്യസമയത്ത് വരുന്നില്ല എന്നൊരു വരി കൊണ്ട് ചർച്ച അവസാനിപ്പിക്കുന്നതിന് പകരം ജീവിതത്തിൽ അടുക്കും ചിട്ടയും വേണം. വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന സമയവും സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്തിനും ഇപ്പോൾ ഒരു അടുക്കും ചിട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ജീവിതം സാധിക്കും എന്നുള്ളതാണ് അച്ഛൻ്റെ അഭിപ്രായം എന്ന് പറയുക. നമ്മൾ മൊബൈലിലൂടെ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ നീ മൊബൈലിലൂടെ കുറേയധികം സംസാരിക്കുന്നു, എപ്പോഴും മൊബൈലിലാണെന്ന് പറഞ്ഞതിന് പകരം അത്യാവശ്യമുള്ള കാര്യങ്ങൾ പറയേണ്ടവരോട് പറയുക. നീ കൂടുതൽ സംസാരിക്കും തോറും കേൾക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ നീ ചീപ്പായി വരും. അവസാനം കുറേ കഴിയുമ്പോഴത്തേക്കും നിന്റെ ഫോണാണെന്ന് പറഞ്ഞാൽ അവരെടുക്കുക പോലും ഇല്ല. തേജോവധം ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്ന വ്യക്തിയാണെന്ന് നിന്നെ കുറ്റപ്പെടുത്തുമ്പോൾ അത് നീ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ 30 സെക്കൻഡ് കൊണ്ടോ 1 മിനിറ്റ് കൊണ്ടോ പറഞ്ഞു തീർക്കുക. അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല രീതിയിൽ ആരോഗ്യം വരണം, രോഗം വരാതിരിക്കണം, പഠിക്കണം, ഓർമ്മശക്തി വേണമെങ്കിൽ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കണം. നീ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്നില്ല, ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിന് എതിരാണ് അച്ഛൻ പറയാൻ പോകുന്നതെങ്കിൽ എന്തെല്ലാം സാധനങ്ങളും ഏതെല്ലാം തരത്തിലുള്ള ഭക്ഷ്യവിഭവങ്ങളുമാണ് അവരുണ്ടാക്കുന്നത്, ടേസ്റ്റ് കൂട്ടാനായിട്ട് എന്തൊക്കെ അതിനകത്ത് ആഡ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു പിടുത്തമില്ല. കഴിയുന്നതും വീട്ടിൽ നിന്ന് കഴിക്കണം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ട് കഴിക്കണം എന്ന് പറഞ്ഞു നോക്കാം. എല്ലാം കോംപ്ലിമെൻ്ററി ആയിട്ട് വിത്ത് എക്സ്പ്ലനേറ്ററി നോട്ട്സ് ആയിട്ട് അച്ഛൻ പറഞ്ഞു എന്ന് വിചാരിക്കാം. എത്ര നന്നായിട്ടായിരിക്കും അത് കുട്ടികൾ സ്വീകരിക്കാം. പരിധിക്കപ്പുറം നിയന്ത്രിക്കാതെ ഇരിക്കാം, എന്നാൽ ആവശ്യത്തിന് ചിരിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുകയും ചെയ്യാം. അതും നിരന്തരം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പറയുന്നതിന് പകരം ഇടയ്ക്ക് അറിയാം. അച്ഛന് ദേഷ്യം വരുമ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വരുമ്പോഴും ആ ദേഷ്യം മക്കളിൽ ചിലവാക്കാതിരിക്കുക. ഇന്നത്തെ മക്കൾ വളരെ സെൻസിറ്റീവാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ധാരാളം കുട്ടികളുള്ള ഒരു വീട്ടിലാണ് നമ്മളൊക്കെ വളർന്ന് ശീലിച്ചത്. അപ്പം തന്നെത്താനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും കെയർ ചെയ്യാനും നമുക്ക് പണ്ട് സാധിച്ചിരുന്നു. അതിൽ തിന്മകളും നന്മകളും വീട്ടിനകത്ത് നിന്ന് സഹോദരൻ സഹോദരിമാർ തന്നെ പങ്കുവച്ചിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയില്ല. ഒരു കുട്ടി 2 കുട്ടിയേ ഉള്ളൂ. എല്ലാ സ്നേഹവും എല്ലാം ഒരു കുട്ടിയുടെ കൊടുക്കാണ്. ചോക്ലേറ്റ് തിന്നരുത്, മുറുക്ക് തിന്നരുത്, ചോറ് തിന്നണം, അത് തിന്നരുത്, ഇത് തിന്നരുത് എന്നെല്ലാം പറഞ്ഞ് വളർത്തുമ്പോൾ അരുത് 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 എന്ന് കേട്ട് വളരുന്ന ഒരു കുട്ടിക്ക് ഏതിനോടും പിന്നീട് അരുത് എന്നുള്ള ഒരു ഫീലിംഗ് ആണ് വരുന്നതെങ്കിൽ അതിൽ നിന്ന് മാറ്റം കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ചിന്തിക്കാനായിട്ടുള്ള അവസരം കൊടുക്കാം. കുറേ അച്ഛൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ അതിനെക്കുറിച്ച് മക്കളോട് പറയുക. ചില കാര്യങ്ങൾ മക്കളോട് ചെയ്യാൻ പറയുക. അവരെയും അതേ രീതിയിൽ ട്രെയിനിങ് കൊടുക്കുക. പണ്ടത്തെ കാലത്ത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ വളരെയധികം അച്ഛൻ ചെയ്ത പല കാര്യങ്ങളും കണ്ടും കേട്ടും അച്ഛൻ എങ്ങനെ പെരുമാറുന്നു, അച്ഛൻ എങ്ങനെ സംസാരിക്കുന്നു, അച്ഛൻ എങ്ങനെ നടക്കുന്നു, ഇങ്ങനെ അച്ഛൻ പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യുന്നു, ഇതെല്ലാം മക്കൾക്ക് നേരിട്ട് പഠിപ്പിക്കാനുള്ള ഒരു അവസരം ഭാരതത്തിലുണ്ടായിരുന്നു. ഫോർമൽ എഡ്യൂക്കേഷനേക്കാളുപരി ഇൻഫോർമൽ എഡ്യൂക്കേഷനാണ്. ആയുർവേദ വൈദ്യന്മാരുടെ മക്കൾ തന്നെത്താനെ ആയുർവേദ വൈദ്യന്മാരാവുകയാണ് പതിവ്. ഡിഗ്രിയോടുകൂടി ആവുകയല്ല പതിവ്. തട്ടാന്മാർ സ്വർണം കൈകാര്യം ചെയ്യുന്നവരുടെ മക്കൾ തന്നെത്താനെ അച്ഛൻ്റെ കൂടെ ഇരുന്ന് പഠിക്കുകയാണ് പതിവ്. ധാരാളം കാര്യങ്ങൾ നേരിട്ടാണ്. ശങ്കരാഭരണം സിനിമയിൽ ഒരു കുട്ടി ശങ്കരശാസ്ത്രിയുടെ കൂടെ ഇരുന്ന് പഠിക്കുകയാണ്. ഫോർമലായിട്ട് കോളേജിലോ സ്കൂളിലോ പോയിട്ടല്ല പഠിക്കുക. അടുത്ത കാലത്ത് ഡൽഹിയിലെ ഒരു മീറ്റിങ്ങിൽ പ്രൈം മിനിസ്റ്ററുടെ സെക്രട്ടറി പറയുകയുണ്ടായി, DSTയുടെ സെക്രട്ടറി, ഞാൻ ഉൾപ്പെടെയുള്ള മീറ്റിങ്ങിൽ അദ്ദേഹം പറയുകയുണ്ടായി, ഈ തമിഴ്നാട്ടിൽ തിരുപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ബാലവേല നിരോധിച്ചതോടുകൂടി
അച്ഛൻ്റെ കൂടെ നിന്ന് കുട്ടികൾ പഠിക്കുന്നത് നിന്ന് കുട്ടികൾ ആ പ്രായത്തിൽ മുഴുവൻ സ്കൂളിലേക്ക് പോകണം, കമ്പൽസറിയാണ്. അപ്പോൾ കുട്ടികൾ ചെറുപ്പം മുതൽക്ക് അച്ഛൻ്റെ കൂട്ടത്തിലിരുന്ന് ടെക്സ്റ്റൈൽ ബിസിനസ് പഠിക്കുന്നതെല്ലാം ക്ലോസ് ആയി. അവർ പുറത്തു വന്നു കഴിഞ്ഞാൽ IT ബിസിനസ്സിലേക്കും വേറെ രീതിയിലേക്കും പോകുന്നത് കൊണ്ട് അവിടെയുള്ള ബിസിനസ് തകരുകയാണ്. അഗ്രികൾച്ചർ ഫീൽഡിൽ അച്ഛൻ്റെയും അമ്മയുടെയും കൂട്ടത്തിൽ കുട്ടികൾ നടന്ന് ധാരാളം കാര്യങ്ങൾ പഠിക്കുമായിരുന്നു. ഇപ്പം എല്ലാം ഫോർമൽ എഡ്യൂക്കേഷനായപ്പോൾ അത് പോയി. ഏത് ശരി, ഏത് തെറ്റ്, ഏത് നല്ലത്, ഏത് ചീത്ത എന്ന് പറയാനല്ല ഞാനിത് പറഞ്ഞത്. അച്ഛൻ്റെ കൂടെ നടന്ന് പഠിക്കുമ്പോൾ അത് വളരെ ഇൻഫോർമലായിട്ട് കുറേ കാര്യങ്ങളും വരായികകളെല്ലാം പഠിക്കാൻ സാധിക്കും. ഇന്ന് ആ സംവിധാനം കുറവാണെങ്കിലും ലഭിക്കുന്ന സമയം കൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കും. കുറേശ്ശെ സമയം ചെലവഴിച്ചാൽ മതി. ഭക്ഷണം കഴിക്കുമ്പോൾ പറയുക, അതുപോലെ വെറുതെ ഇരിക്കുമ്പോൾ പറയുക, സിനിമ കാണുമ്പോഴത്തേക്കും ആ സിനിമയിലെ നല്ല വശങ്ങൾ പറഞ്ഞു കൊടുക്കുക, ജീവിതത്തിൽ കുറേ നല്ല കാര്യങ്ങൾ പറയുക, അവർക്ക് പറയാനുള്ളത് കേൾക്കുക, അവരോട് സജഷൻ പറയുക, ചിരിച്ച മുഖവുമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുക, അവരുടെ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ നമുക്ക് താല്പര്യമുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തുക, അവരുടെ അച്ചീവ്മെൻറ്റുകൾ, അവരുടെ വർക്ക്, നമ്മളുടെ ബുദ്ധിമുട്ടും അവരോടൊന്ന് പറയുക, അപ്പോൾ അവരുടെ സജഷൻ എന്താണെന്ന് കേൾക്കുക. ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന സ്ഥലം കുടുംബമാക്കി മാറ്റാൻ ഒരു അച്ഛന് സാധിക്കും. മാത്രമല്ല ഓഫീസിലെ ടെൻഷൻ, ജോലിസ്ഥലത്തെ ടെൻഷൻ എല്ലാം വീട്ടിൽ വരുമ്പോൾ മക്കളുമായിട്ടും മക്കളുടെ മക്കളൊക്കെ ആയിട്ട് നമ്മൾ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ കുറേ ടെൻഷൻ കുറയും. അവരുടെ സപ്പോർട്ട് ഉണ്ടാവും. ആദ്യം മക്കളെ നമ്മൾ ആശ്വസിപ്പിക്കും, പ്രോത്സാഹിപ്പിക്കും. പിന്നെ മക്കൾ നമ്മളെ ആശ്വസിപ്പിക്കും, പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ ജീവിതത്തിൽ എത്ര കാലം ജീവിക്കുമ്പോഴും ആ കുടുംബ ബന്ധത്തിൻ്റെ മാധുര്യം അറിഞ്ഞുകൊണ്ട് ഷെയറിങ്ങും കെയറിങ്ങും ക്യൂറിങ്ങുമായിട്ട് ജീവിക്കാൻ സാധിക്കും. അച്ഛൻ ഒരു ആസുരീക ശക്തി, രാക്ഷസീയ ശക്തി നിർദ്ദേശിക്കുന്ന ഒരു കരടിയോ സിംഹമോ പുലിയോ പോലെ ആവാതെ നമ്മളെല്ലാവരും ഒരേ രീതിയിൽ നമ്മുടെ അച്ഛൻ്റെ മുമ്പിൽ നമ്മൾ എങ്ങനെയായിരുന്നു അങ്ങനെ എല്ലാ മകനും അച്ഛനാവും. എല്ലാ അച്ഛനും ഒരു കാലത്ത് മകനായിരുന്നു, എല്ലാ അച്ഛനും ഒരു കാലത്ത് മകൻ്റെ മകനായിരുന്നു. ഇതൊരു സ്ട്രീം ലൈനാണ്. അതിൽ ആ കണ്ണികളെല്ലാം നന്മ നിറഞ്ഞ രീതിയിൽ വാല്യൂ ബേസ്ഡ്, മൂല്യാധിഷ്ഠിതമായിട്ട് നന്മയുണ്ടാവുകയും ആധുനികമായിട്ടുള്ള അറിവിൻ്റെ നന്മയുണ്ടാവുകയും ചെയ്താൽ ഒരു കുടുംബത്തിൽ ഒരു പിതാവിൻ്റെ സ്ഥാനം അത്യുജ്വലമാണ്. വളരുന്നത് വരെ എല്ലാം സപ്പോർട്ട് ചെയ്യുക, വളർന്നാൽ കുറേയധികം മക്കളെ സ്വതന്ത്രരായിട്ട് വിടുക, നന്നായിരിക്കും. അവർക്ക് അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് വരുമ്പോൾ നിർദ്ദേശങ്ങൾ മാത്രമേ കിട്ടുള്ളൂ എന്ന ധാരണ മാറ്റിയിട്ട് സ്നേഹവും ആദരവും സ്വാതന്ത്ര്യവും എല്ലാം കിട്ടുമെന്നൊരു തോന്നൽ കൂടി ഉണ്ടാക്കാൻ സാധിക്കട്ടെ. ഇതാണ് ഞാൻ അബുദാബിയിൽ കുടുംബ യോഗത്തിൽ പറഞ്ഞത്. അതേപോലെ ഒന്നുകൂടി അവിടെ പറഞ്ഞു, നമ്മുടെ മക്കളോട് അച്ഛനും അമ്മയ്ക്കും വാർദ്ധക്യത്തിൻ്റെ ലെവല് വരുമെന്നും മക്കളെ കൈ പിടിച്ച് വളർത്തിയ അതേ കൈകൾ മക്കൾ പിടിച്ച് നടത്തിക്കേണ്ടി വരുമെന്നും ആ അച്ഛൻ്റെ പെരുമാറ്റത്തിൽ കുറേ കാലം കഴിയുമ്പോൾ അച്ഛൻ തളരും, അതേപോലെ ഈ മക്കളും അച്ഛനെ പോലെ ആകുമെന്നും അന്ന് നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ എങ്ങനെയാണോ സംരക്ഷിച്ചത് അതേപോലെ മക്കളുടെ സപ്പോർട്ട് വേണമെന്നും ഒരു ഹിന്റ് കൊടുക്കുകയും മക്കൾ കുറേ വളർന്നാൽ വേണ്ടതിനും വേണ്ടാത്തതിനും നിർദ്ദേശിക്കുക, കൺട്രോൾ ചെയ്യുക, അത് ഒഴിവാക്കുക, അവർ സ്വതന്ത്രമായി ജീവിക്കാൻ പഠിക്കട്ടെ എന്നുള്ളത് കൂടി നമുക്ക് സാധിക്കണം. പ്രണാമം, നമസ്കാരം.